നമ്മുടെ ഗിവ് അവേയുടെ വിന്നർ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ അവരുടെ അടുത്തേക്ക് എത്തി. നമ്മളെ ചാടി ഇറങ്ങാൻ പോണം ബെൽറ്റ് കൂരിട്ട്. അവര് അമ്മയൊക്കെ വണ്ടി നോക്കി സമയമാവുന്നേ ഉള്ളു. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും താമസിക്കാൻ നേരിച്ചല്ലേ. ഹലോ, കഴിക്കാൻ തെറ്റി. അങ്ങനെ നമ്മൾ ഗിവ് അവേയുടെ വിന്നേഴ്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ അടുത്ത് ഇവിടെ നേരെ മൂന്നാർ പോകണം. സമയമില്ല, നമുക്ക് പെട്ടെന്ന് പോകണം. കാരണം വണ്ടി ഓടിക്കണം, അതുകൊണ്ട് തിരക്കാണ്. മൊത്തം ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അതുകൊണ്ട് ഫുഡ് കഴിച്ചായിരുന്നു നിങ്ങൾ? അപ്പോൾ ഫുഡ് കഴിച്ചില്ല. നമുക്ക് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം. പിന്നെ അനൂപാണെങ്കിൽ കുറേ നേരം കൊണ്ട് വണ്ടി കയറിയപ്പോൾ തൊട്ട് ഫുഡ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി അതുകൊണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് പോകണം. നേരെ നമുക്കൊരു 2 മണിയാകുമ്പോഴത്തേക്കും പറക്കാട് ചെക്ക് ഇൻ ചെയ്യണം. നമുക്ക് അവരും നമ്മളെ വിളിച്ചിരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു 2 മണിയാകുമ്പോഴത്തേക്കും അവിടെ ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അടിച്ചു പൊളിച്ച് ചില്ലായിട്ടൊക്കെ ആയിരുന്നു പോവാം അല്ലേ? അടിച്ചു പൊളിക്കത്തില്ലേ? പക്ഷെ കൈയൊക്കെ ഓടിച്ചോണ്ട് എങ്ങനെ സെറ്റ് ആവുന്നതല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും വിട്ടാലോ? ഓക്കെ, അപ്പോൾ വാ, പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ പറക്കാട് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ കുറേ തവണ വന്നുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അവരുടെ അഭിപ്രായമൊക്കെ എനിക്ക് കേൾക്കണം. ഇനി അവരെന്തൊക്കെ പറയാൻ അറിയത്തില്ല. വരുന്ന വഴിക്ക് ഞങ്ങളുടെ അടുത്തൊരു ഛർദ്ദിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി താമസമാണ്. വരുന്ന വഴിക്ക് ഒരു 130 സ്ഥലത്ത് ഇറങ്ങിയായിരുന്നു ഞങ്ങൾ. 130 ഇവിടെ എത്തി. ഞങ്ങൾ ഒരു അമ്മ കുറേ കവർ മേടിച്ചായിരുന്നല്ലേ. വരുന്ന വഴിക്ക് എന്തൊക്കെയോ സംഭവമൊക്കെ ഉണ്ടായി. അതെ, കുറേ കാട്ടിക്കൂടൊക്കെയാണ്, കാടും മലയൊക്കെ താണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞാൻ പറഞ്ഞോട്ടെ, കാടും മലയൊക്കെ താണ്ടിയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ഇച്ചിരി ഞങ്ങൾ താമസിച്ചു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 മണിയായി. ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഇറങ്ങിയ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 5-5:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. പിന്നെ ഛർദ്ദിലുകാരിക്ക് ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ കൊടുത്ത് ഷൂട്ടൊന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ ഇന്നലെ ഫുൾ റെസ്റ്റ് ആയിരുന്നു. പക്ഷേ ഫുഡ് കഴിച്ചപ്പം മാത്രം ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് നോക്കിയപ്പം ഒരു കുഴപ്പമില്ലാതെ കഴിച്ചല്ലേ. എന്നിട്ട് കുറച്ചൊക്കെ അല്ലേ കഴിച്ചുള്ളൂ അല്ലേ? 2 പ്ലേറ്റും കണ്ടെന്നോ കഴിച്ചിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്കിനി അവരോട് ചോദിക്കാം. അവർക്ക് ഇന്നലെ നൈറ്റ് തൊട്ട് ഇന്ന് രാവിലെ വരെ ഉള്ളൊരു വിശേഷം എന്താണെന്ന് ചോദിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഇനി ഞങ്ങളിനി കുറച്ച് സ്ഥലം കൂടിയൊക്കെ കാണാം. മഴയാണ്, നല്ല വൈബുണ്ട് എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഇവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വൈബ് അടിക്കുന്നുണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിന് മോശമായിരുന്നു. കാരണം അതായത് വലിയ ഇതുപോലത്തെ ഫോഗൊന്നും ഇല്ലായിരുന്നു. ഫോഗൊക്കെ കുറവായിരുന്നു. പക്ഷെ ഇത്തവണ നല്ല ഫോഗുണ്ട്. നമ്മൾ ഇപ്പോൾ മഴയൊക്കെ പെയ്യുകൊണ്ട് നല്ല രസമുണ്ട്. സത്യത്തിൽ നല്ല രസമുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഗസ്റ്റ് ഒത്തിരി ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നൊന്നും കേൾക്കത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണ ഗസ്റ്റൊക്കെ നമ്മൾ ഇല്ലാത്തൊരു സമയത്ത് വരണമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. എന്നാലും ഗസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമറാമാനോട് പോയിട്ട് അവരെ പോയി വഴക്കൊക്കെ പറഞ്ഞ് എന്തൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് അവർ മിണ്ടാണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആദ്യമായിട്ട് പറക്കാട് റിസോർട്ടിൽ വന്ന ഇവരുടെ ഒരു അനുഭവം എന്താ, അവർക്ക് ഇത്രയും നേരമുള്ളൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ? പറക്കാടിൽ വന്നതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ് പറ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇത്രയും നല്ലൊരു വൈബ് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഞങ്ങൾ വിളിച്ചപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് തോന്നിയത്? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ എടുത്തില്ലല്ലോ ഫോൺ വിളിച്ചപ്പോൾ ഫസ്റ്റ്. കിട്ടത്തില്ലായിരുന്നു, ഞാൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ മെസ്സേജ് ഇട്ടിട്ട് അങ്ങനെ. അതെ അതെ അതെ. മോനോടൊക്കെ പറഞ്ഞായിരുന്നു. മോന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലി അമ്മയെ കൊണ്ടുവരണമെന്ന്. അമ്മ റിസോർട്ടിൽ അങ്ങനെ വന്നിട്ടില്ല. അമ്മയെ കൊണ്ടുപോയിട്ടില്ല. കണ്ടോ, മോളൊക്കെ സ്വന്തമായിട്ട് റിസോർട്ടിൽ കൂടെ, അമ്മ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ പേരൻസിനെ കൊണ്ടുവരണമെന്നും. അപ്പോൾ അവർ എൻജോയ് ചെയ്യട്ടെ അല്ലേ, ലൈഫിൽ ഏറ്റവും ഭയങ്കര ആഗ്രഹം. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛന് വരാൻ പറ്റിയില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് അമൃത ആൻഡ് പ്രശാന്ത്. പിന്നെ പറക്കാടിലോടും പറയണം. ഞങ്ങൾ മാത്രമല്ല, പറക്കാട് റിസോർട്ട് പറയണം. ഞങ്ങൾക്ക് സത്യത്തിൽ ഇവിടെ ഒരു ഇതും ഇല്ല. പിന്നെ ഇവർ കൈക്ക് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി കൈ ഓടിച്ചാണല്ലേ? ഓക്കെ, നല്ല സന്തോഷം. അങ്ങനെ എന്തോ സന്തോഷത്തിൽ കട്ടിനെടുത്ത് ചാടിയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ കൈ ഓടിച്ചാണല്ലേ? അപ്പോൾ ഇന്നലത്തെ രാത്രിയിലത്തെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിക്കാൻ പറ്റുമോ? ഡിന്നറായിരുന്നു. ഞാൻ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ പുറത്ത് വേറെ റിസോർട്ടിലൊക്കെ പോയാൽ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ പറയുന്ന ഫുഡെല്ലാം തന്നില്ലേ? നമ്മൾ പറയുന്നത് വിത്തിൻ മിനിറ്റ്സിനകം നമുക്ക് കിട്ടും. അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ സൈഡായിട്ട് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അത് ഒത്തിരി എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും. രാവിലെ ബൊഫേ ആയിരുന്നു. ഇനിയുണ്ട്. ഇനിയിപ്പോൾ ട്രക്കിംഗ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ട്രക്കിങ്ങിന് പോകാൻ പേടിയുണ്ടോ? ട്രക്കിങ്ങിന് പോകാൻ പേടിയില്ല? ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അതിന് കൈ ഇപ്പം സൂപ്പർ ആയിക്കൊണ്ട് നമ്മൾ സ്വിം ചെയ്യാൻ പറ്റും. നന്നായിട്ട് സ്വിം ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ പൊങ്ങി കിടന്നോളും നീ. അതുകൊണ്ട് കുഴപ്പമില്ല. നീന്താൻ അറിയാവോ? അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൽ നീന്തി പഠിച്ചാൽ പോലെ. എന്തിനാ വേറെ അറിയാവോ? ഈ അമ്മയ്ക്ക് എന്തറിയാം മോനെ കുറിച്ച്? അത് പറ ആദ്യമേ. അല്ലേ, അമ്മയ്ക്കൊന്നും അറിയത്തില്ല അല്ലേ? മോൻ എത്രല്ല പഠിക്കുന്നേ?
ഇവർക്കറിയത്തില്ല, ഞങ്ങൾക്കറിയാം. എത്ര പഠിക്കുന്ന പറ. മറ്റേ ലവറിൻ്റെ പേരെന്തോ മോൻ്റെ, ആ കൊച്ചിൻ്റെ പേരെന്തുമായിരുന്നു കണ്ടോ? നാളെ കൊച്ചു കള ഇപ്പോഴും ലവൊക്കെ ആയവനങ്ങ്. അപ്പം ഇനിയിപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, അതായത് സ്വിമ്മിംഗ് പൂളും അവിടെയൊക്കെ പോകണം, കുറച്ചൊന്ന് നടക്കണം. റൂമൊക്കെ സെറ്റാണല്ലോ എല്ലാം, ഫുഡും ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ, എല്ലാം ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നല്ലൊരു ഫുഡുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അവർക്ക് ഇനി ഉള്ളവർക്കൊക്കെ ഇവിടെ വരണമല്ലേ? പിന്നെ ഉറപ്പായിട്ട് എല്ലാവരും ഇവിടെ വരണം. ഈ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം മിസ് ഇല്ലില്ല, അത് കുഴപ്പമില്ല. അങ്ങനെ പറയുമ്പോൾ നോക്കി പറഞ്ഞു, കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കരുത് ഞങ്ങളൊന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ഫുൾ ടൈം ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ക്യാമറ നോക്കാൻ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നോക്കുമ്പോൾ അമ്മ വന്നിട്ട് പറയുക ക്യാമറ നോക്കല്ലേ, അവർ കൊല്ലും അമ്മ പോയി പറയുക. കണ്ടോ അമ്മയ്ക്ക് അഭിനയിക്കാൻ വിടണം. ഇല്ല, ക്യാമറ നോക്കുന്നത് നമുക്ക് ക്യാമറ നോക്കുന്നില്ല. ഈ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടെങ്കിൽ സമ്മതിക്കും അവർ. ക്യാമറ അഭിനയിക്കും, ഡയറക്ടർ പറയും, വരാൻ പറയും, ഇങ്ങനെ ക്യാമറ നോക്കിയിരുന്നെങ്കിൽ. എല്ലാവരും വിസിറ്റ് ചെയ്യുക. ഒരു അടിപൊളി വൈബാണ് ഇവിടെ ഉള്ളത്. ഈ പുറത്ത് തന്നെ ഇറങ്ങി ഭയങ്കര രീതിയിലുള്ള സ്മോഗും കാര്യങ്ങളുമാണ്. അപ്പം കപ്പിൾസിനായാലും ഫാമിലീസിനായാലും വളരെ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ്. അതെ, ആദ്യമായിട്ട് കല്യാണം കഴിച്ചവർക്കൊക്കെ വരാൻ നല്ലതാണ് ഇവിടെ. അതെ അതെ. ആൻഡ് പറക്കാട് റിസോർട്ടിനോട് ഞാൻ നന്ദി പറയുന്നു, ഈശ്വരനോട് നന്ദി പറയുന്നു. കാരണം ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് ഭയങ്കര വിഷമമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഞങ്ങൾ പറക്കാട് റിസോർട്ട് നന്ദി പറയുന്നത് കാരണം എല്ലാവരും കൊടുത്തു വിടുകയാണ് ചെയ്യാറുള്ളത്. അത് അപ്പോൾ അവർ പോയാൽ അവർ പോവാതിരിക്കുക അവരുടെ ഇഷ്ടമാണ്. കൊണ്ടുവന്ന് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ അല്ലെ നമുക്കിവിടെ ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചിലവരൊന്നും വരാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് വരാൻ വേണ്ടി ഒരു അവസരം കൊടുക്കും. ഇപ്പോൾ ഭയങ്കരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ക്യാമറ എടുക്കാൻ നമ്മുടെ പയ്യൻ പോലും അവൻ വന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകണോ ഞാൻ അറിഞ്ഞിട്ടുള്ളത്, എന്നിട്ട് പോലും കയറിയില്ലെന്നാണ്. പക്ഷേ അപ്പോൾ അതിനൊരു അനുഭവം പറ്റിയില്ലേ ഞങ്ങൾക്കും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും ഫസ്റ്റ് ടൈം വന്നപ്പോൾ എങ്ങനെയായിരുന്നു, ഞങ്ങൾ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പറക്കാട് റിസോർട്ടിനെ കുറിച്ച്. നമുക്ക് അന്ന് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. അന്ന് പിന്നെ നമ്മളൊരു ഇതുപോലെ വിളിച്ച് അഭിഷേകിനെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അവരോടാണ് ഞങ്ങൾ ഫസ്റ്റ് വെഡിങ് അവരുടെ ഫസ്റ്റ് നൈറ്റിന് ഞങ്ങളാണ്, ഹണിമൂണിന് ഞങ്ങളാണ് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരുവാനും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ എല്ലാവർക്കും വേറെ ആർക്കും കൂടി ഒരു ഉപകാരപ്പെട്ടെന്ന് വെച്ചുകൊണ്ട് അങ്ങനെ അഭിഷേകിനോട് ചോദിച്ച് പറക്കാട് റിസോർട്ടിൻ്റെ ആണ്. അപ്പോൾ അഭിഷേകിനോട് ചോദിച്ചപ്പോൾ അഭിഷേക് പറഞ്ഞാൽ പിന്നെ എന്താ നടക്കാം, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ഒരു മനസ്സുകൊണ്ടുകൂടി നമുക്ക് അങ്ങനെ കിട്ടി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഷൂട്ടൊക്കെ നടന്നുകൊണ്ടാണ് ഞങ്ങൾ ഡിലേ ആയത്. പിന്നെ ഇവർക്കും തിരക്കിനും പുള്ളിക്കാരത്തേക്കിനും പുറത്തൊക്കെ പോകണം. പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ വരാൻ ലേറ്റ് ആയപ്പോൾ നമ്മൾ എത്തുമെന്ന് പറഞ്ഞ ടൈം കഴിയുമ്പോൾ കറക്റ്റായിട്ട് അവർ വിളിച്ച് ചോദിക്കാണ്ട് എപ്പോൾ എത്തുന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. എത്തുന്നുണ്ട്, ട്രാവലിംഗ് ഓക്കെ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ. എനിക്ക് വന്നപ്പോൾ പനി പിടിച്ചു കേട്ടോ, തണുപ്പൊക്കെ പിടിച്ച് പനി പിടിച്ചു. എനിക്ക് വയ്യ, എനിക്ക് അങ്ങ് ഛർദിലൊക്കെ കുറഞ്ഞോ, വൊമിറ്റിങ്ങൊക്കെ കുറഞ്ഞോ? കൊച്ചു അവൻ പോലും വൊമിറ്റ് ചെയ്തില്ലെന്നല്ലേ? അവനൊക്കെ പയർ പോലെ ഇരിക്കുകയായിരുന്നു വണ്ടിയിലൊക്കെ. നിർത്തിയാണ് കുറേ അടുത്ത് നിർത്തി വരുന്ന വഴിക്ക് റൂട്ടൊന്ന് മാറിപ്പോയോണ്ടേ കുറേ അടുത്ത് നിർത്തി വന്നല്ലേ. അമ്മയൊക്കെ ആ റൂട്ടിൽ ആദ്യമായിട്ടില്ലേ വരുന്നത്, മൂന്നാർ വന്നിട്ടുണ്ട്. അത് എൻ്റെ കൂടെ വന്നാലുള്ള ഗുണം അതാണ്, ഞാൻ പല റോഡിൽ കൂടെ കൊണ്ടുവരും ഞാൻ. അപ്പോൾ ഇനിയിപ്പം ബാക്കി കാര്യം, അപ്പോൾ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കാണാനുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. എന്നിട്ട് നമ്മൾ നാളെയാണ്, അപ്പോൾ നമ്മൾ 2 ദിവസം ഇവിടെ ഉണ്ട്. നാളെ അപ്പോൾ നമ്മൾ ഇന്നലെ വന്നു, നാളെ നമ്മൾ വെക്കേറ്റ് ചെയ്യുന്ന നാളെയാണ്. ഇന്നിനി മൊത്തം ബാക്കി മഴയൊക്കെ ആയതുകൊണ്ട് വെളിയിലോട്ട് അധികം പോകുന്നില്ല. ഇവിടെ ആദ്യമേ റിസോർട്ടൊക്കെ ഒന്ന് കണ്ട് ചുറ്റി നടന്നൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതെ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ എന്തായാലും കുറച്ച് ഏരിയ ഒക്കെ കണ്ടിട്ട് നല്ല ഇവിടെ നല്ല വ്യൂ ഒക്കെയാണ് ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോഴൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് കുറച്ചേരുന്ന് ആസ്വദിച്ച് കുഞ്ഞിന് തേയിലത്തോട്ടം, നമ്മുടെ ബെഡ്റൂമിൽ ആ ഒരു വിൻഡോ തുറക്കുമ്പോൾ തന്നെ ഭയങ്കര രീതിയിലൊരു വ്യൂ ആണ്, അടിപൊളിയാണ്. ഫുൾ ഗ്ലാസ് വർക്കാണ്, ഫുള്ള് ഗ്ലാസ് വർക്കാണ്. അതെ, 180 ഡിഗ്രി വ്യൂ ഒക്കെ ഉണ്ട് നമുക്കിവിടെ. പിന്നെ തേയിലൊക്കെ മേടിക്കണ്ട, ഇവിടെ ചാടി ഇറങ്ങി പോയി പറിച്ചോണ്ടി വന്നാൽ വീട്ടിൽ പോയി ഉണക്കി പിടിക്കുക. കണ്ണാടി നോക്കിയായിരുന്നു അതിന്, കണ്ണാടി നോക്കിയ രാവിലെ എഴുന്നേറ്റിട്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. മോന് സ്വിമ്മിംഗ് പൂളിൽ കയറണമെന്നുണ്ട്. ഇവിടെ മറ്റേ ഊഞ്ഞാലൊക്കെ ആടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. മറ്റേ കൈ ഓടിക്കാം നമുക്ക് വന്നിട്ട്. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ വേറൊരു വൈബൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മളിപ്പം എൻട്രൻസിലാണ് നിൽക്കുന്നത്. സത്യത്തിൽ നമ്മൾ മഴയാണ്, ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അതുകൊണ്ട് വെളിയിലൊന്നും അധികം പോകാൻ പറ്റത്തില്ല. ട്രക്കിങ്ങിന് പോകണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർ അലോ ചെയ്യുന്നില്ല അല്ലേ. 3 മണി തൊട്ട് 6 മണി വരെ ഉള്ളൂ ട്രക്കിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം.
എല്ലാം സെറ്റാക്കി വെച്ചോ? ആ എല്ലാം ഇവനിത് കാണണമെന്ന് പറഞ്ഞാണോ വീണ്ടും റെഡിയാക്കി വെച്ചത്? ഇവന്റെ ഒരു അഹങ്കാരം അല്ലേ? താറാവനെ കാണുന്നത് എപ്പോഴും. താറാവിന് തരേനാണോ? എന്താണത്? ഇഷ്ടപ്പെട്ടോ? പോവായിരുന്നു നമ്മൾ. ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ടോ? ഫുഡൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ആ ഫുഡ് ഇഷ്ടപ്പെട്ട് എല്ലാം അടിപൊളിയായിരുന്നു. ഓ പൊളി. ആ എല്ലാം എല്ലാം സെറ്റ്. അവർ വന്ന് എടുത്തോളും. അതിന് അവരെല്ലാം വന്നെടുത്തു. ഇത് ഈ ഡ്രസ്സൊക്കെ ഇട്ടോണ്ടാണ് നിന്നേ. സൂപ്പറായിട്ടുണ്ടല്ലോ, നല്ല ഡ്രസ്സാണല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഭയങ്കര ഹാപ്പി അല്ലേ? 2 ദിവസം സെറ്റല്ലേ? ഓക്കെ ആണല്ലോ? സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് ഓക്കെ അല്ലേ? സന്തോഷമായോ? ഓക്കെ ഓക്കെ പറ. മൊബൈൽ പിടിക്കാൻ അമ്മൂമ്മയുടെ കൂടെ ഫോൺ പിടിക്കായിരുന്നു. അവൻ പറയാനോട് പറയാം അമ്മയുടെ കൂടെ. അപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുത്തില്ല. സത്യത്തിൽ ഈ റൂമിൽ നമ്മൾ വീഡിയോ നമ്മളത് എടുത്തിട്ടില്ലായിരുന്നു. എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്നപ്പോഴേ അന്ന് ദിവസം തന്നെ ആര്യക്ക് വയ്യാണ്ട് ആര്യ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കിടക്കുന്ന റൂം മാത്രമേ എടുത്തുള്ളായിരുന്നു. പിന്നെ ഇവരുടെ റൂം ഞാൻ വിചാരിച്ചു വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് തന്ന് നമ്മളങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് റെഡിയാക്കാം. ഇപ്പം സെറ്റാണല്ലോ അല്ല? ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇവർ നമ്മളെക്കാളും മുമ്പേയൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ താമസിച്ചു. അതുകൊണ്ട് ഇവർ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി പോകുന്ന വഴിക്ക് കുറച്ചെന്തോ പ്രശ്നങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. വണ്ടി മൂന്നാറിലൊക്കെ എന്തൊക്കെയോ നടക്കുന്നു, മണ്ണിടിച്ചൊക്കെ കൊണ്ടൊക്കെ പറയുന്നു. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പേടി. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറയും ഇവിടെ വന്നിട്ട്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇത്രയും നല്ലൊരു റിസോർട്ട് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് എൻജോയ് ചെയ്ത്. ഞങ്ങളോടല്ല നന്ദി പറയേണ്ടത്, പറക്കാട് റിസോർട്ടിനോടാണ്. നമ്മുടെ അല്ലത് പറക്കാട് റിസോർട്ടിന്റെ ആണ്. നമ്മൾ ജസ്റ്റ് പറക്കാട് റിസോർട്ട്. പിന്നെ അമൃതയ്ക്കും പ്രശാന്തിനും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമുക്ക് ക്യാമറ എടുത്തു തരുന്ന അനൂപിന് നന്ദി അറിയിക്കുന്നു. അല്ല, നമ്മളെ നല്ല വൃത്തിക്ക് ടി വിയിൽ അതിനകത്ത് കാണിച്ചു വരുന്ന അനൂപിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. അതെ, അനൂപ് ഇതൊക്കെ റെക്കോർഡിംഗ് ആണല്ലോ. കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയുന്നതായിട്ട് കഴിഞ്ഞ ദിവസം. ഇതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടോന്ന് അറിയത്തില്ല അല്ലേ? ആര് എന്ത് പറഞ്ഞു പെട്ടെന്ന് ഇടയ്ക്ക് ഞാൻ ക്യാമറ നോക്കാൻ പറഞ്ഞു. താങ്ക്സ് ടു പറക്കാട് റിസോർട്ട്. കേട്ടോ, ക്യാമറ നോക്കത്തില്ലല്ലോ? ഇല്ലില്ല, ക്യാമറ നോക്കിയിട്ടില്ല നേരത്തെ. അമ്മ നിൽക്കുന്നുണ്ട്. അമ്മ പറഞ്ഞതറിയോ? ക്യാമറ നോക്കാതെ അമ്മ എനിക്ക് ചിരി വരുന്നുണ്ട്. ക്യാമറ നോക്കാത്ത മോൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നീ സൂപ്പറാണോ? അപ്പം നിങ്ങൾക്കെല്ലാം സെറ്റല്ലേ? ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ്. പറക്കാണ്ട് നന്ദി. അതെ, നമുക്കല്ല പറക്കാട് ശാന്തിനും അല്ലേ? അമൃതയ്ക്കും പ്രശാന്തിനും. ഓക്കെ, താങ്ക് യു. തിരിച്ചു പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്തായാലും. അപ്പം നമുക്കെന്നാൽ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമുക്കിനി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ 100 ദിവസത്തെ ബിഗ് ബോസിന്റെ ഹൗസിൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. 2 ദിവസത്തെ നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു. ഇവനും പറഞ്ഞു ഇവനും പോകാൻ തോന്നുന്നില്ല, ഇവിടെ കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ലെന്നാണ്. നമ്മൾ എന്നാ പോകുന്നത് ചോദിച്ചോണ്ടിരിക്കുന്നല്ലേ? ഇല്ലില്ല, നമുക്ക് പോയിട്ട് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ എല്ലാവരും ടാറ്റ പറഞ്ഞേ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ.